നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരേ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ആന്ധ്രാപ്രദേശ്. ഒറീസയിലും അത്തരത്തിലേക്കാണ് സാഹചര്യം. ആന്ധ്രാപ്രദേശ് ഏവരും ഉറ്റുനോക്കുന്നത് ശർമിളയുടെ രംഗപ്രവേശനം തന്നെയാണ്. YS ശർമിളയുടെ രംഗപ്രവേശനം കോൺഗ്രസിന് കൊടുത്ത ഇന്ധനം ചെറുതൊന്നുമല്ല. വളരെയധികം മൂകതയിൽ നിന്നിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനം അതിശക്തമായി തിരിച്ചു വരുന്നു. YS രാജശേഖര റെഡ്ഡിയുടെ മകൾക്ക് ശക്തമായി തന്നെ വേരോട്ടം നടത്താൻ കെൽപ്പുണ്ട് എന്ന് വൈകാതെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ശർമിളയെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും ആന്ധ്രാപ്രദേശിൽ. കോൺഗ്രസും YSR കോൺഗ്രസും TDPയും തമ്മിലുള്ള മത്സരം. BJP ചില മേഖലയിലൊക്കെ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും TDPയുടെ സഖ്യത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TDP BJPയുമായിട്ടായിരുന്നു സഖ്യം. അന്നേരം സംസ്ഥാന നിയമസഭയിൽ TDPക്ക് ശക്തമായ പിന്തുണ BJP നൽകുകയും BJPക്ക് മന്ത്രിമാർ വരെ മന്ത്രിസഭയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇക്കുറിയും ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് TDP നേതാവായ ചന്ദ്രബാബു നായിഡു നീങ്ങുന്നത്. ആന്ധ്രാപ്രദേശിൽ എങ്ങനെയും YSR കോൺഗ്രസിനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇവിടെ ചന്ദ്രബാബു നായിഡു നടത്തുന്നത്. TDPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം ഭരണവിരുദ്ധ വോട്ടുകൾ ശർമിള ഒരു മേജർ ഷെയർ അവരിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ശർമിളയുടെ ഒരു ഐഡൻറ്റിറ്റി എല്ലാ മേഖലയിലും സുപരിചിതമാണ്. അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് YSR തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ജഗൻമോഹൻ്റെ അതേ രീതിയിലുള്ള പാരമ്പര്യമുണ്ട്. മാത്രമല്ല, ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പലരും ശർമിള വഴിയാണ് ആ പാർട്ടിയിലേക്ക് എത്തിയത് എന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ശർമിള ഒരു നേതാവായി കോൺഗ്രസിൽ ഉയർന്നു വരുമ്പോൾ അവരെ പിന്തുണയ്ക്കാൻ പല നേതാക്കളും YSR കോൺഗ്രസിൽ നിന്നും MLA സ്ഥാനവും MP സ്ഥാനവും ഒക്കെ രാജിവെച്ച് കയറുക സർവ്വസാധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ജഗൻമോഹൻ റെഡ്ഡിക്ക് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും മുഖ്യമന്ത്രി പട്ടം നിലനിർത്തുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ഭഗീരഥ പ്രയത്നം നടത്തേണ്ട വിഷയം തന്നെയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ നേടിയതുപോലെ ഒരു തൂത്തുവാരൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് കിട്ടില്ലെങ്കിലും ഒരു മേൽക്കൈ ഉണ്ടാകുമെന്ന് YSR കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ TDP പറയുന്നത് തൂക്ക് സഭയായിരുന്നാൽ പോലും തങ്ങൾ അവിടെ സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കും BJPയുമായി ചേർന്ന് എന്ന രീതിയിലാണ് അവർ അവലംബിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും അവിടെ ഒരു മേജർ ഡിസൈഡിങ് ഫാക്ടറായി കോൺഗ്രസിന് ഇത്തവണ നേടാൻ കഴിയും. മാത്രമല്ല, ലോക്സഭയിൽ കുറഞ്ഞത് 5-ൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിയും എന്ന പ്രത്യാശയും പങ്കുവയ്ക്കുകയാണ്.